ഇനി നമ്മുടെ പാപങ്ങൾക്ക് തന്റെ ഏകജാതനായ പുത്രനെ മറുവിലയാക്കിയ പിതാവായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി മറുവിലയാക്കിയ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഏവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം നാം ഒരുമിച്ച് വെളിപ്പാട് പുസ്തകത്തിന്റെ അധ്യയനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 15-ാമത്തെ അധ്യായമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നെനിക്കറിയാം. വെളിപ്പാട് പുസ്തകം 14-15 അധ്യായങ്ങൾ ഒരു ഇന്റർല്യൂഡ്, ഒരു ഇടവേളയാണ്. 7-ാമത്തെ കാഹള ന്യായവിധിയും അതിനുശേഷം വരുന്ന കലശ ന്യായവിധിയും, ഇവയ്ക്ക് ഈ 2 ന്യായവിധികൾക്ക് ഇടയിൽ യോഹന്നാൻ നമ്മോട് പങ്കുവയ്ക്കുന്ന ചില വസ്തുതകളാണ് ഈ 2 അധ്യായങ്ങളിൽ നാം കാണുന്നത്. 7 മുദ്ര ന്യായവിധികളും 7 കാഹള ന്യായവിധികളും, അങ്ങനെ 14 ന്യായവിധികൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. നാം 15-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ദൈവത്തിന്റെ ക്രോധത്തെക്കുറിച്ച് കാണുന്നു. ദൈവത്തിന്റെ കോപത്തെ. ധാരാളം ദൈവവിരോധികൾ, ക്രിസ്തു വിരോധികൾ, വേദപുസ്തക വിരോധികൾ ചിന്തിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്ന ഒരു അപവാദമാണ് വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന്. കാരണം വേദപുസ്തകത്തിലെ ദൈവം സ്നേഹവാനാണെന്നും കരുണാസമ്പന്നനാണെന്നും ദയയുടെ ഉറവിടമാണെന്നും ഒക്കെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നതും. അതിനു വിപരീതമായി ദൈവത്തെ കോപിക്കുന്നവനായി, ദൈവക്രോധത്തെക്കുറിച്ച്, നിത്യ ന്യായവിധിയെക്കുറിച്ച്, നിത്യ നരകത്തെക്കുറിച്ച് ഒക്കെയും ബൈബിൾ പഠിപ്പിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു. ഇത് രണ്ടും കൂടെയാണ് യോജിപ്പിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് പ്രയാസമുള്ളത്. നാമുമൊക്കെ ചിലരിൽ നിന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. പലരും ക്രൈസ്തവര് തന്നെ പാസ്റ്റർമാരായി ഒരിക്കൽ നരകത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടന്നവര് പോലും ഇന്ന് വിപരീതമായിട്ട് പ്രസംഗിക്കുന്നു. അതിന് സാർവ ലൗകികവാദം എന്നൊക്കെ പറഞ്ഞ് പല പേരുകളുമുണ്ട്. യൂണിവേഴ്സാലിസം എന്നും ഒക്കെ പറയാറുണ്ട്. എല്ലാവരെയും സ്നേഹവാനായ ദൈവം രക്ഷിക്കുമെന്നും ആരോടും ദൈവം അങ്ങനെ കോപിക്കത്തില്ലെന്നും നരകത്തിൽ എന്നേക്കുമായി തള്ളിക്കളയത്തില്ലെന്നും ഒക്കെ വാദിക്കുന്നവർ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ക്രുദ്ധിതനാണ്. അത് എന്തിനെതിരായ ക്രോധമാണ് ദൈവത്തിൻ്റെത്? പാപത്തിനെതിരായ, മനുഷ്യർക്കെതിരല്ല, പാപത്തിനെതിരായ കോപമാണ്. ദൈവത്തിന്റെ ഈ ന്യായവിധികളും ഒന്നിനു പുറകെ ഒന്നായി 7 വീതമുള്ള 3 ന്യായവിധികൾ, അതിൽ 2 എന്ന് വെച്ചാൽ 7 14 തീർന്നു. അടുത്ത
ഒടുവിലത്തെ 7 വരുന്നു. ഈ 14 ന്യായവിധികൾ നടത്തിയതും അടുത്ത അവസാനത്തെ ഘട്ടമായ 7 കലശ ന്യായവിധികൾ നടത്തുവാനിരിക്കുന്നതും ദൈവത്തിന്റെ പാപത്തിനെതിരായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. This wrath of God shows how God seriously considers sin, how fiercely he hates sin. എത്ര തീവ്രമായി ദൈവം പാപത്തെ വെറുക്കുന്നു, ദൈവം പാപത്തെ എത്ര ഗൗരവമായി കാണുന്നു, കണക്കാക്കുന്നു എന്നതിൻ്റെ അനിഷേധ്യമായ തെളിവാണ് ഇവിടെ ദൈവത്തിന്റെ ന്യായവിധികൾ. പക്ഷേ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതുപോലെ ദൈവത്തിന്റെ പ്രസാദ വർഷമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതികാരം ദിവസത്തിൽ ഒതുങ്ങുകയാണ്. ദൈവത്തിന്റെ പ്രസാദം വർഷം പോലെ നീണ്ടു കിടക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കോപമോ അത് അല്പകാലത്തേക്കേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് നാം യെശയ്യാ 61 അത് യേശുക്രിസ്തു ഉദ്ധരിച്ചത് ലൂക്കോസ് 4 അധ്യായത്തിലുമൊക്കെ കണ്ടത്. ദൈവത്തിന്റെ പ്രസാദ വർഷം, the year of God's pleasure, but the day of his vengeance. So God's wrath is for a while, but his pleasure endures forever. അപ്പൊ ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ കോപം എന്തിനെതിരെ? പാപത്തിനെതിരെ. ദൈവം പാപത്തെ ഗൗരവമായി കാണുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ പാപം സരളമല്ല. ഇറ്റ്സ് നോട്ട് സംതിങ് സിലി. Sin before God is not unimportant. വളരെ പ്രധാനപ്പെട്ടതാ, ഗൗരവമായി ദൈവം കാണുന്നതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നാം ദൈവത്തെ, നമ്മൾ കണ്ടല്ലോ ഈ 15 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ എന്താണ്? നീയല്ലോ ഏക പരിശുദ്ധൻ. സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന പദം അല്ലെങ്കിൽ ശബ്ദമാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൂതന്മാർ ഉണ്ടാക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെയും മുൻപോട്ട് എന്നേക്കും സ്വർഗത്തിൽ എക്കോ അടിക്കുന്ന, മുഴങ്ങുന്ന ശബ്ദം നമ്മുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നതാണ്. ഒരുപക്ഷെ സ്തേഫാനോസ് മുതൽക്ക് ഇങ്ങോട്ടുള്ളവർക്ക് മാത്രം പാടുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞാടിന്റെ പാട്ടിലെ പ്രധാന ഘടകമായ ദൈവത്തിന്റെ സ്നേഹം. മോശയുടെ പാട്ടിലും നാം കേൾക്കുന്നത് ദൈവം പരിശുദ്ധൻ. മോശയുടെ പാട്ടിലെ 2 പ്രധാന ഘടകങ്ങൾ നമ്മൾ കണ്ടിരുന്നല്ലോ. പുറപ്പാട് 15 അധ്യായവും ആവർത്തന പുസ്തകം 32 അധ്യായവും. പുറപ്പാട് 15 അധ്യായത്തിന്റെ 11 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എക്സോഡസ് 15:11. A very small part of Moses' song.
യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? ദൈവത്തിന്റെ നിസ്തുലത അതിൽ എടുത്തു പറയുന്നത് എന്താ? വിശുദ്ധിയിൽ മഹിമയുള്ള മാജസ്റ്റിക് ബിക്കോസ് ഓഫ് ഹോളിനെസ്. മാജസ്റ്റിക് ബിക്കോസ് ഓഫ് ഹോളിനെസ്. നമ്മുടെ ദൈവത്തിന്റെ മുഴുവൻ മഹത്വത്തിനും അടിസ്ഥാനം ദൈവത്തിന്റെ പരിശുദ്ധിയാണ്. അതാണ് നാം ഈ 15-ാമത്തെ അധ്യായത്തിലും കാണുന്നത്. ഏതൻ മുതൽ നമുക്കത് കാണാം. ഏതന് മുൻപുമുണ്ട് സാത്താനോടും പാപം ചെയ്ത ദൂതന്മാരോടും ഉള്ള ബന്ധത്തിൽ. എന്നാൽ നമുക്കത് അത്ര കണ്ട് ദൃശ്യമല്ല. നമുക്ക് വളരെ ദൃശ്യമായത് ഏതൻ മുതലാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവം സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച് ജീവശ്വാസം മൂക്കിലൂതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത് പ്രതിദിനം കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യനെ, തന്റെ സ്വന്തം സൃഷ്ടിയെ ഏദനിൽ നിന്ന് പുറത്താക്കി. അവരിറങ്ങിപ്പോകുന്ന ദയനീയമായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ. എന്നാൽ അവിടെയും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, ഉൽപ്പത്തി 1, 2, 3 അധ്യായങ്ങളിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ കാണും. We have seen 2 specific natures of God manifested in Genesis 1, 2 and 3. ഓർമ്മ കാണുമല്ലോ. സൃഷ്ടിപ്പും വീണ്ടെടുപ്പും. Yes. The creational nature or character of God and the redemptive character of God. Creational and redemptive. സൃഷ്ടിപരമായ ദൈവപ്രവൃത്തി അല്ലെങ്കിൽ ദൈവമഹത്വം. 2, വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടതും. സൃഷ്ടിപരമായുള്ളത് എടുത്തു പറയേണ്ടതില്ല. 1-ാമത്തെയും 2-ാമത്തെയും അധ്യായം അതിന്റെ വിവരണമാണ്. എന്നാൽ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദാം ഹൗവമാരെ ഏദനിൽ നിന്നും പുറത്താക്കുന്നതിലും അവർക്ക് ശാരീരിക മരണം വിധിക്കുന്നതിലും ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അവർക്ക് വേണ്ടി അടച്ചു കളയുന്നതിലും പോലും എന്താണ് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ സ്വഭാവമാണ്. God's divine redemptive nature is very much explicit even in casting out the sinned Adam and Eve out of Eden and sentencing or letting them die physically, and also blocking the way to the fruit of the tree of life. അവിടെയും വെളിപ്പെടുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ സ്വഭാവമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വിശദീകരണം വേണ്ടായിരിക്കുമല്ലോ. അവനെ ഏദനിൽ നിന്നും പുറത്താക്കാതെ ശാരീരിക മരണം അനുവദിക്കാതെ എന്നേക്കും ആ നിലയിൽ തന്നെ ജീവിക്കുവാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും വീണ്ടെടുപ്പ്
സാധ്യം അല്ലായിരുന്നേനെ. ഇതെന്തിനാ ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൽ മഹാക്ലേശം, മഹാപീഡന കാലത്ത് ദൈവപുത്രനായ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന പാപികളും മത്സരികളുമായ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്നു ന്യായവിധിയിലൂടെ. പാപത്തിനെതിരായി ദൈവത്തിന്റെ ക്രോധം ജ്വലിക്കുന്നു. പക്ഷേ ദൈവം കരുണാമയനല്ലെന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയട്ടെ, ഈ ന്യായവിധിയിലും ഈ ക്രോധം ചൊരിയുന്നതിലും പോലും ദൈവം തൻ്റെ ദയയാണ്, കരുണയാണ് വെളിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ദൈവം തൻ്റെ ദയയാണ് ഈ ക്രോധം ചൊരിയുന്നതിൽ പോലും വെളിപ്പെടുത്തുന്നത്. Even while God is pouring out the cup of his wrath upon the rebellious, sinful humanity, he is demonstrating his mercy, his benevolence, his love for humanity. സ്തോത്രം. വിശദീകരിക്കേണ്ടതില്ലല്ലോ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയെങ്കിലും അവർ പാപം വിട്ടുതിരിയട്ടെ എന്ന ദൈവത്തിന്റെ ദയയുടെ വെളിപ്പാടാണ് ഇവിടെ. പാപത്തോടുള്ള ദൈവത്തിന്റെ തീവ്രതയും ഗൗരവവും വെളിപ്പെടുത്തുന്നതോടൊപ്പം പാപത്തിൽ ജീവിച്ച് നിത്യശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ദയയും കരുണയും സ്നേഹവും കൂടെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശരി, ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പര്യവസാനിപ്പിക്കാം ആ ഭാഗം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും, മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. സ്തോത്രം. സ്വർഗത്തിന്റെ ഒരു ദർശനവും അതിൻ്റെ യോഹന്നാനാൽ കഴിയുന്ന പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള വിവരണവുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് സ്വർഗത്തിൽ യോഹന്നാൻ കണ്ട ഒരു വലിയ അടയാളം, ക്രോധ കലശങ്ങളുമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ദൈവക്രോധം അതോടുകൂടെ തീരുന്നതിനെ പറ്റിയുള്ള പ്രസ്താവന, അതേക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2-ാമത്തെ വാക്യത്തിൽ തീ കലർന്ന
പളുങ്കുകടൽ പോലെ ഒന്ന്. പളുങ്കുകടൽ എന്ന് പറയുന്നില്ല, പളുങ്കുകടൽ പോലെ. ഞാനൊരു എഴുത്തുകാരന്റെ പ്രസ്താവന ഒരിക്കൽ വായിച്ചത്, സ്വർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇല്ല. ഉണ്ടോ? ഇല്ല, ബൈബിളിൽ ഇല്ല. നിത്യകാലം മുഴുവനും നമുക്ക് വസിക്കേണ്ട സ്വർഗത്തെക്കുറിച്ച് തുലോം ചുരുക്കമായ വിവരണം മാത്രമേ ബൈബിളിലുള്ളൂ. കാരണം എന്താ? നിക്കോദീമോസിനോട് യേശു കർത്താവ് പറഞ്ഞതാ, ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് നീ എങ്ങനെ ഗ്രഹിക്കും? ഇത് സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് പോലും അല്ല, സ്വർഗത്തെക്കുറിച്ച്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് തന്നെ നമുക്ക് ദുർഗ്രഹമായ, ഇപ്പോൾ ദുർഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ശാരീരിക ജീവകാലത്ത്, ഈ ഭൂമിയിലെ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ദുർഗ്രഹമായ സ്വർഗത്തെക്കുറിച്ച് അധിക വിവരണങ്ങൾ ബൈബിളിൽ തന്നെ ഇല്ല. ഉള്ളതുപോലും നമുക്കെല്ലാം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. യോഹന്നാന് സ്വർഗത്തിന്റെ ദർശനം ഉണ്ടായി. ദൈവം അവനെ സ്വർഗത്തിലേക്ക് ദർശനത്തിലാകാം, ആത്മവിവശതയിലാകാം കൊണ്ടുപോയി. കാര്യങ്ങളൊക്കെ അവൻ കണ്ടു. പക്ഷേ അതെല്ലാം ഒന്നും വിവരിക്കുവാനുള്ള ഭാഷ ഭൂമിയിൽ നമുക്കില്ല. അതിനുള്ള അറിവ് യോഹന്നാനും ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ച് പറഞ്ഞിട്ട് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ പറയുന്നു, തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്ന്. നാം 4-ാമത്തെ അധ്യായത്തിൽ അതിനെ സീ ഓഫ് ക്രിസ്റ്റൽ ഓർ ഗ്ലാസ്, കണ്ണാടിക്കടൽ എന്നാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. ഏതായാലും സ്വർഗത്തിൽ വെള്ളത്തിന്റെ ആവശ്യം ഇല്ല. പിന്നെ അവിടെ പറയുന്നതൊക്കെ സൂചകങ്ങൾ മാത്രമാണ്, പ്രതീകങ്ങൾ മാത്രമാണ്. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചുള്ളൂ. എക്സോഡസ് 24:10. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ മരുഭൂ യാത്രയുടെ പ്രത്യേക സമയത്ത് സീനായിൽ അവർ പാളയമടിച്ചു കിടന്ന ഏകദേശം 2 വർഷം. അങ്ങനെയുള്ള ഒരു സമയത്ത് 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അഹരോൻ, നാദാബ്, അബീഹു, പിന്നെ ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേർ. മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിലെ 70 പേരുമായി ദൈവം പർവ്വതമുകളിലേക്ക് വിളിച്ചു. ദൈവവുമായിട്ടൊരു കൂട്ടായ്മ, ഒരു കമ്മിറ്റി മീറ്റിംഗ്, ഒരു കോൺഫറൻസ്, ഒരു സിനഡ്, ഒരു സുന്നഹദോസ് അവിടെ കൂടി. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അവർക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു ചെറിയ ലാഞ്ചനയാണ് ഇവിടെ പറയുന്നത്. 11-ാമത്തെ വാക്യം വരെ ഉണ്ട്, പ്രത്യേകിച്ച് 10-ാമത്തെ വാക്യം വരെ. എവിടെയാണ് കണ്ടത്? അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെ.
ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. In English also, please read that verse number 10. There was under his feet, as it were, a pavement of sapphire stone, like the very heaven for clearness. നീലക്കല്ലെന്ന് നമ്മൾ മലയാളത്തിൽ വായിച്ചു. ഇംഗ്ലീഷിൽ വായിച്ചത് കേട്ടോ? Under his Sapphire. feet, Sapphire. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുന്ന ഒരവസ്ഥയാണത്. അത് ന്യായവിധിയുടെയും പരിശുദ്ധിയുടെയും വചനത്തിന്റെയും ഒക്കെ ഭാഗങ്ങളായി നാം കാണുകയുണ്ടായി. ഏതായാലും ലെറ്റ്സ് വെയിറ്റ്, നമുക്ക് കാത്തിരിക്കാം നേരിൽ ഇതൊക്കെ ഒന്ന് കാണാൻ. പക്ഷേ സത്യമാണ്, നമ്മൾ അവിടെ ചെല്ലുമ്പം ഇതൊന്നും കാണാൻ പോകത്തില്ല. സ്തോത്രം. ഇപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ എന്താണെന്നൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. എന്നാൽ നാം അവിടെ എത്തിക്കഴിയുമ്പോൾ കണ്ണാടിക്കടലും തീ കലർന്ന പളുങ്കുപോലെയുള്ള ആ സംഭവങ്ങളും ഒന്നും ആയിരിക്കില്ല നമ്മുടെ ശ്രദ്ധ എന്നത് നമുക്കിപ്പോഴേ അറിയാം. ഇത്രയൊക്കെ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ പറ്റും. അതിലൊരു ഭക്തൻ ഒരിക്കൽ, ഞാൻ പറഞ്ഞല്ലോ, എഴുതിയത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: Now we just see in mirror. പൗലോസ് 1 കൊരിന്ത്യർ 13 പറയുന്നത് പോലെ നാം ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അതും ആ കണ്ണാടിയും മോശമാ. ഇന്നലെ ആലപ്പുഴയില് ആക്സിഡന്റ് ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. 5 മെഡിക്കൽ സ്റ്റുഡൻസ്, MBBS സ്റ്റുഡൻസ് സ്പോട്ടിൽ മരിച്ചു. ഒരു 7 സീറ്റർ കാറിൽ 11 പേര് കയറി യാത്ര ചെയ്ത് വരുന്ന വഴി എന്തോ സംഭവിച്ചു. KSRTC ബസ്സിൽ ചെന്ന് ഇടിച്ചു. 5 പേര് മരിച്ചു, 6 പേര് അഡ്മിറ്റാണ്. അതിൽ RTOയും പോലീസ് ഓഫീസേഴ്സും ഒക്കെ പറഞ്ഞ ഒരു കാര്യം പറയാനാണ് ഞാനിത് പറഞ്ഞത്. അവർ പറയുന്നു, വണ്ടി 11 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ വിൻഷീൽഡ് വേണ്ട ക്ലാരിറ്റിയിൽ കാണാൻ ഒക്കാത്തതുപോലെ പഴക്കം ചെന്നതാണ്. അതിന്റെ മുമ്പിലത്തെ കണ്ണാടി ഗ്ലാസ് വിൻഷീൽ പഴക്കം ചെന്നതുകൊണ്ട് കനത്ത മഴയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് മുൻപിലുള്ളത് എന്താണെന്ന് വ്യക്തമായി കാണാൻ ഒക്കാത്തതുപോലെ കാഴ്ച മങ്ങിയിരുന്നു. നമുക്ക് ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി ദൈവത്തെയും സ്വർഗത്തെയും ഒക്കെ കാണുവാൻ കഴിയുന്നെങ്കിലും ഇതുപോലെ ആ കണ്ണാടിയും അത്ര വ്യക്തത നമുക്ക് തരുന്ന കണ്ണാടി അല്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ആ ദുഃഖിത കുടുംബങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ തരുണത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യും. സ്തോത്രം. എന്നാൽ നാം ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നതേ ഉള്ളെങ്കിലും അന്ന് നാം മുഖാമുഖം കാണും. സ്തോത്രം. ഇതൊക്കെ നമ്മിൽ കർത്താവിനെ കാണാനും ആ മഹത്വം ദർശിക്കാനുമുള്ള, സ്തോത്രം, ഒരു ഭാരിച്ച ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നതാകട്ടെ. സ്തോത്രം. നമ്മുടെ ദൈവത്തിനും ആഗ്രഹമുണ്ട് നമ്മളെ അവിടെ കൊണ്ടുപോയി ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണിക്കണമെന്ന്. സ്തോത്രം. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന. സ്തോത്രം.
യോഹന്നാൻ 17:24 ഒന്നും കൂടെ വായിച്ചോളൂ. ഈ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് എങ്കിലും. John 17:24. Yes. Father, I desire that they also, whom you have given me, may be with me where I am, to see my glory that you have given me, because you loved me before the foundation of the world. Praise God. Father, I desire. ഞാൻ ആഗ്രഹിക്കുന്നു നീ എനിക്ക് തന്നിട്ടുള്ളവർ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോട് കൂടെ ഇരിക്കണമെന്ന്. എന്തിനാ? നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം അവർ കാണേണ്ടതിന്. സ്തോത്രം. നമ്മുടെ കണ്ണുകൾ മഹാരാജാവിനെ അവന്റെ മഹത്വത്തോടെ ദർശിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പം നമ്മുടെ അകത്ത് കർത്താവിനെ കാണുവാനുള്ള വലിയ ആഗ്രഹം ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സ്തോത്രം. ഇതൊക്കെ വെറുതെ വായിച്ച് വിട്ട് പഠിച്ച് വിട്ടു പോകാനല്ല. ഇതൊക്കെ നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, കേൾക്കുമ്പോഴൊക്കെ ആ വലിയ ആഗ്രഹം നമ്മിൽ ഇനിയും വർദ്ധിക്കണം, വളരണം. നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണേണ്ടതിനായി. സ്തോത്രം. അപ്പോഴാണ് നമുക്ക് ചോദിക്കാൻ കഴിയുന്നത്, കാന്താ താമസം എന്തേ? സ്തോത്രം. എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു, ഇനിയും അങ്ങ് താമസിക്കരുതേ. സ്തോത്രം. അതാണ് നാം ആ ഭാഗങ്ങളിൽ കാണുന്നത്. സ്തോത്രം. അവിടെ നിന്ന് കുഞ്ഞാടിന്റെയും മോശയുടെയും പാട്ടൊക്കെ നമ്മൾ അല്പമായിട്ട് മനസ്സിലാക്കി. ആ പാട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നാം 3ഉം 4ഉം വാക്യങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ഇന്നും നമ്മുടെ ആരാധനകളുടെ ക്രമീകരണം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ആരാധനകളുടെ പ്രധാന കേന്ദ്രം എന്തായിരിക്കണം? ഗാഡ് ഹിംസെൽഫ്. ദൈവം തന്നെ ആയിരിക്കണം. തിയോസെൻട്രിക് വർഷിപ്സ്, ഗാഡ് സെന്റേർഡ് വർഷിപ്പ്. എന്നാൽ വളരെ ദുഃഖത്തോടെ വീണ്ടും ആവർത്തിച്ചു പറയുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മുടെ ഇന്നത്തെ സോ കോൾഡ് വർഷിപ്സ്, ആരാധനകളിൽ ദൈവമല്ല കേന്ദ്ര വിഷയം, നമ്മളാ. നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ലഭിച്ചത് ഒക്കെ ഓർത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആരാധിക്കുന്നതും ആരാധിപ്പിക്കുന്നതും. നോ, ദൈവമായിരിക്കണം ആരാധനയിലെ പ്രധാന കേന്ദ്രം. സ്തോത്രം. ദൈവം മഹത്വം. പിന്നെ നാം കാണുന്നത്, വാട്ട് ഡിഡ് ഹി ഡു? ദൈവപ്രവർത്തി. ദൈവപ്രവർത്തി എന്ന് പറയുമ്പോഴും നമ്മുടെ പനി മാറ്റിയതും അഡ്മിഷൻ തന്നതും ഒന്നുമല്ല, ജോലി തന്നതും കല്യാണം നടത്തിയതും അല്ല. സ്തോത്രം. പകരം ദ ക്രിയേറ്റീവ് വർക്ക്സ് ആൻഡ് ദ റിഡംറ്റീവ് വർക്ക്സ്. നാം 4-ാം അധ്യായം വെളിപ്പാടിൽ കണ്ടു. 4 ജീവികളും 24 മൂപ്പന്മാരും ദൈവത്തെ കുമ്പിട്ട് നമസ്കരിക്കുന്നത് എന്ത് നിമിത്തമാണ്? ദൈവത്തിന്റെ ഏത് പ്രവൃത്തിയെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാ? 4-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ സൃഷ്ടിച്ചവൻ, ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ പ്രവൃത്തി. സ്തോത്രം. ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതാണ് ദൈവസൃഷ്ടിയുടെ മഹത്വം. അതും എങ്ങനെ ദൈവം ഇവയെല്ലാം സൃഷ്ടിച്ചു നമുക്കറിയാം. വെറും വാക്കുകൾ കൊണ്ട്.
സ്തോത്രം. അപ്പോൾ അതാണ് ഇവിടെ ആ ഭക്തന്മാര് പറയുന്നത്. സ്തോത്രം. നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സ്തോത്രം. നിന്റെ പ്രവൃത്തികൾ. Great and amazing are your deeds. What deeds? That was manifested in creation through redemption. സൃഷ്ടി മുതൽ വീണ്ടെടുപ്പ് വരെ. The finished work. Finished work. തെറ്റലസ്റ്റായി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളിവിടെ ഒന്നാമത്തെ വാക്യത്തിലും അതേപ്പറ്റി പഠിച്ചാൽ. ദൈവം ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെക്കുറിച്ചായിരിക്കണം നമ്മുടെ ആരാധനകളിൽ ഏറ്റവും മുന്തി നിൽക്കേണ്ടത്. ദൈവപ്രവൃത്തി. അതിന്റെ അർത്ഥം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർക്കരുതെന്നല്ല. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പക്ഷെ അതെല്ലാം ഇവിടെ കൊണ്ട് തീരുന്നതാ. എൻ്റെ പനി മാറിയതിന്, കൊറോണ മാറിയതിന്, ക്യാൻസർ മാറിയതിന്, കല്യാണം നടത്തി തന്നതിന്, വീട് തന്നതിന്, വണ്ടി തന്നതിന് ഒക്കെ സ്തോത്രം ചെയ്യണം. അതെല്ലാം ദൈവത്തിന്റെ ഉപകാരങ്ങളാണ്. പക്ഷെ അതെല്ലാം എവിടം കൊണ്ട് തീരും? ഇവിടെ, ഈ ലോകം കൊണ്ട്. നാം ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് അതിനൊക്കെ വേണ്ടി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നിത്യതയിലെത്തിയാൽ ഈ പ്രവൃത്തികളൊന്നും അവിടെ വിഷയമല്ല. അവിടെ ക്രിയേഷൻ ആൻഡ് റിഡംഷൻ. സ്തോത്രം. പിന്നെ നാം കാണുന്നത് എന്താണ്? അബൌട്ട് ഗാഡ്സ് ഗുഡ്നെസ്. Your works are just and true. Your ways are just and true. നിന്റെ വഴികൾ, സ്തോത്രം, നീതിയും സത്യവുമുള്ളവ. The goodness of our God. The very attributes of our God. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ ആ മഹത്വം, നന്മ. സ്തോത്രം. യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ കരുണാമയൻ, സ്നേഹവാൻ, സത്യവാൻ എന്നൊക്കെയുള്ള ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ആരാധനയ്ക്ക് പ്രേരകമാകണം. പിന്നെ നാം കാണുന്നത് who God is, his very being. അതാണ് ആരാധനയിലെ ഏറ്റവും പ്രധാന ഘടകം. Not even what he did, but what he is. ദൈവം ആര്? ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ ബീയിങ് ആണ് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ ഏറ്റവും അധികം പ്രേരിപ്പിക്കാൻ. സ്തോത്രം. സത്യത്തിൽ അതിനുതകുന്ന പാട്ടുകളാണ് നമ്മൾ പാടേണ്ടത്. ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ ദൈവത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്. പക്ഷെ ദൈവത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ, ദൈവത്തിന്റെ ആ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് ഒരു സന്തോഷം തോന്നത്തില്ല. അന്നേരം ഹല്ലേലൂയയും കയ്യടിയും അങ്ങനൊന്നുമില്ല. അത് വളരെ ദുഃഖകരമായൊരു സംഗതിയാണ്. അതുകൊണ്ട് ജനത്തെ ഒന്ന് ഇളക്കാനും അവരെ ഒന്ന് വൈകാരികമായി ഉത്തേജിപ്പിക്കുവാനും ഒക്കെ പ്രസംഗകരും പാട്ടുകാരും ഒക്കെ പൊടിക്കൈകൾ ഉപയോഗിക്കും. ചിലർക്ക് പിന്നെ പൊടിക്കൈകളെ ഉള്ളൂ, ചിലർ പിന്നെ ഇടയ്ക്ക് പൊടിക്കൈകൾ പ്രയോഗിക്കുന്നത്, അല്പം മസാലയൊക്കെ ഇങ്ങനെ ഇടുന്നത്. കാരണം ജനത്തെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ആളത്വം,
കാരണം ദൈവത്തോട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരാൻ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മെ സന്തോഷിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആ മഹത്വമാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പം, ഇപ്പം കുഞ്ഞുങ്ങൾ അല്പം വളർന്നു, ഒരു തീരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് പോലും ഒരു ചോക്ലേറ്റ് പോലും ഞാൻ വാങ്ങിക്കൊണ്ട് വരത്തില്ല. ഇപ്പോഴില്ല. പിന്നെ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുവരുന്നത് വിദേശത്തെങ്ങാനും പോയിട്ട് വരികയാണെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുവരും. അന്നേരം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഇവിടെ എന്താ സ്പെഷ്യൽ കിട്ടുന്നത്, ഇവിടുത്തെ എന്താ സ്പെഷ്യൽ ഫുഡ്, അതല്പം മേടിച്ചുകൊണ്ട് പോകാം. ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഞാൻ ആഗ്രയിൽ 4 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതിയാണ് ആഗ്ര പേട്ട, അതുപോലെ ദാൽമോട്ട്. ഈ 2 സംഗതി അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവിടുന്ന് ഒരു 50 കിലോമീറ്ററും കൂടെ വടക്കോട്ട് പോയാൽ മധുര. അവിടുത്തെ പ്രധാന സംഗതിയാണ് പേട. ഇവിടെ പേട്ട, അവിടെ പേട. ഇപ്പോൾ ഞാൻ പോയ സ്ഥലത്ത് എനിക്ക് ആ വീട്ടുകാരെ, ഞാൻ താമസിച്ച എനിക്ക് ആതിഥ്യമരുളിയവർ ചായയുടെ കൂടെ ചെറുകടി തന്നപ്പം ഒരു ഒരു ഉണ്ട സാധനം തന്നു. എന്നോട് പറഞ്ഞു, പാസ് കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പറഞ്ഞു, ഇത് ഇവിടെ മാത്രം കിട്ടുന്ന സാധനമാണ്, ഇതിനകത്തിരിക്കുന്ന മസാല ഇവിടുത്തെ മാത്രമാണ്, ഇവിടുത്തെ പുറത്തും കിട്ടത്തില്ല. ശരിയാ, കഴിച്ചപ്പോൾ ഇവിടെ കഴിച്ചിട്ടുള്ളതുപോലെ അല്ല അവിടുത്തെ ടേസ്റ്റ്. എന്നാൽ അവിടുന്ന് കുറച്ച് അത് വാങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരാം എന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഒരു പരിചയം ഞാൻ കുഞ്ഞുങ്ങൾക്കും വെക്കാഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവരുന്ന സാധനത്തോട്, ആ ഗിഫ്റ്റുകളോട് മക്കൾക്കൊരു താല്പര്യം തോന്നി, അതിനുവേണ്ടി ഞാൻ വരുന്നതും കാത്തിരിക്കരുത് എന്ന് വിചാരിച്ച. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എന്റെ പെട്ടിക്ക് വേണ്ടി പിള്ളേർ അടിയിടാറേ ഇല്ല. കാരണം അതിനകത്ത് അവർക്കുള്ളതൊന്നും കാണത്തില്ല. ഇനി വിദേശത്തെങ്ങാനും പോയിട്ട് വരുമ്പോഴായാലും ശരി, അവർക്കറിയാം അതിനകത്ത് ചർച്ചിലൊക്കെ കൊടുക്കാനുള്ള ചോക്ലേറ്റേ കാണുള്ളൂ. അതിന്റെ പങ്ക് അവർക്കും കിട്ടും, ചർച്ചിന്റെ ഭാഗമായതുകൊണ്ട് അവർക്കും കിട്ടും. സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും അങ്ങനെ കൊണ്ടുവരില്ല. അവർ എന്നെ വേണം ആഗ്രഹിക്കുവാൻ. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഞാൻ അവർക്ക് കൊടുക്കാഞ്ഞത്. ഇവിടെ നാം ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ദൈവം നമുക്ക് തന്നതോ തരുന്നതോ വെച്ചുകൊണ്ടല്ല, ഫോർ വാട്ട് ഹി ഈസ്, ഫോർ ഹിസ് ബീയിങ്. സ്തോത്രം. വേറെ ഒരു ആഗ്രഹവും വെച്ചുകൊണ്ടല്ല, വേറെ ഒരു നന്ദി കൊണ്ടുമല്ല. സ്തോത്രം. വർഷിപ്പ് ഈസ് വർക്ക്ഷിപ്പ്. വർഷിപ്പ്, അവന് യോഗ്യമായത് നൽകുക. സ്തോത്രം. ഓൾഡ് ഇംഗ്ലീഷിൽ വർഷിപ്പിന് വർഷിപ്പായി എന്നാ പറഞ്ഞിരുന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതുപോലെ ഗോഡ്ലിനെസ് എന്ന് ഇന്നുള്ള മോഡേൺ ഇംഗ്ലീഷിന്റെ പഴയ ഫോം ഗോഡ് ലൈക്നെസ് എന്നായിരുന്നു. ഭക്തി എന്നതിനാണ് ഇന്ന് ഇംഗ്ലീഷിൽ ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്. അത് പുരാതന ഇംഗ്ലീഷിൽ ഗോഡ് ലൈക്നെസ് എന്നായിരുന്നു. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ എന്നാണ് അർത്ഥം.
വർഷിപ്പ് എന്ന് പറഞ്ഞാൽ വർഷിപ്പ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് യോഗ്യമായത് നൽകുക. ദൈവം എന്തിന് യോഗ്യനാണെന്ന തിരിച്ചറിവിൽ നിന്നും അവന് യോഗ്യമായത് നൽകുന്നതാണ് ആരാധന. ഇവിടെ നാം അതാണ് കാണുന്നത്. സ്തോത്രം. Who God is, God's characters, His attributes, പരിശുദ്ധൻ എന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. പിന്നീട് പറയുന്നു, സ്തോത്രം, നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ദൈവത്തിന്റെ ബിക്കോസ് ഓഫ് ഹിസ് ജഡ്ജ്മെന്റ്സ്, എക്സിക്യൂഷൻ ഓഫ് ഹിസ് ജഡ്ജ്മെന്റ്സ്, സാത്താനെ ഉൾപ്പെടെ എതിർ ക്രിസ്തുവിനെ, പാപം ചെയ്ത മനുഷ്യരെ ഒക്കെ ദൈവം തൻ്റെ നീതിയും സ്വഭാവവും തൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തിയ ന്യായവിധികൾ നിമിത്തവും ദൈവത്തെ ഭയപ്പെട്ട് നമസ്കരിക്കണം. സ്തോത്രം. എന്നിട്ട് അവിടെ എന്തുണ്ട്? There is a call for every nation to bow before him. അതും ആരാധനയുടെ ഭാഗമാണ്. സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കണമെന്നുള്ളത്. സ്തോത്രം. അത് നമുക്കറിയാം. പൗലോസ് ഫിലിപ്പി ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം പോലെ സകല ജാതികളും എന്തു ചെയ്യും? നമ്മുടെ കർത്താവിനെ നമസ്കരിക്കും. സ്തോത്രം. അപ്പോഴും അവരും ഏറ്റുപറയുന്നത് എന്താണ്? തങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്ത, നരകത്തിലേക്ക് പോകുന്ന, നിത്യശിക്ഷാവിധിക്ക് വേണ്ടി തള്ളപ്പെടുന്ന മനുഷ്യരും നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ എന്തു പറഞ്ഞാണ് അവനെ കുമ്പിടുന്നത്? You alone are holy. That means who he is. അവരും ഏറ്റുപറയുന്നത് നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ന്യായം വിധിക്കുന്ന സമയത്ത് നരകത്തിലേക്ക് തള്ളപ്പെടുന്ന മനുഷ്യർ അവന്റെ മുമ്പാകെ കുമ്പിട്ടിട്ട് പറയും, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. അപ്പോൾ അവര് പോലും എങ്ങനെയാണ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? നമ്മുടെ കർത്താവ് ആരാണ് എന്ന തിരിച്ചറിവില്ല. സ്തോത്രം. This is a wrong way of worship if we worship without proper acknowledgement of whom we worship. നാം ആരാധിക്കുന്ന ആരാധ്യനായ ദൈവത്തെക്കുറിച്ച് അജ്ഞരായിട്ട് നാം ആരാധിക്കുന്നെങ്കിൽ അത് തെറ്റായ ഒരു ആരാധനയാണ്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശമരിയക്കാരത്തിയോട് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ശമരിക്കാർ ആരാധിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവരെ അറിയാത്തതിനെ ആരാധിക്കുന്നു. Worshipping without knowledge is wrong way of worship. നാം ആരാധിക്കുന്ന ദൈവത്തെ ശരിയായി അറിഞ്ഞുകൊണ്ട് തന്നെ നാം ആരാധിക്കാം. സ്തോത്രം. അതുകൊണ്ട് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന തരം പാട്ടുകളും ദൈവവചന ഭാഗങ്ങളും ഒക്കെയാണ് അതിൽ നാം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സാധാരണ പ്രസംഗങ്ങളിലുമൊക്കെ ദൈവത്തെക്കുറിച്ച് ഉള്ള അറിവ് പകരുന്നതായിരിക്കണം.
തിരുവെഴുത്തുകൾ വായിക്കുമ്പോഴും നാം നമ്മുടെ ദൈവത്തെ വേണം അതിൻ്റെ താളുകളിലൂടെ കാണുവാൻ. സ്തോത്രം. ഈ 4 വരെയുള്ള വാക്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണ്ടതുണ്ടോ? പാസ്റ്റർ, തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കാം. സ്നാനം എന്നുള്ള വാക്കൊരു കൺഫ്യൂഷൻ തരുന്നു, ഒന്ന് പറയാമോ? തീ കൊണ്ടുള്ള സ്നാനം യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതിന്റെ ഉത്തരം. അഗ്നിസ്നാനം എന്നുള്ളത് പരിശുദ്ധാത്മ സ്നാനമല്ല. അഗ്നി പ്രത്യേകിച്ച് മത്തായി 3-ാമത്തെ അധ്യായത്തിൽ 10, 11, 12 വാക്യങ്ങളിലാണ്. 11-ാമത്തെ അതിന്റെ മുകളിലും താഴെയുമുള്ള വാക്യങ്ങളിൽ അഗ്നി ന്യായവിധിയെ കുറിക്കുന്നത്. സ്നാനം എന്ന പദത്തിന്റെ അർത്ഥം ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്നാനത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ. നിമജ്ജനം എന്നാണ്. ടു ഡിപ്പ്, ടു ഇമേഴ്സ്. അപ്പോൾ അഗ്നിസ്നാനം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ മുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ന്യായവിധിയെ കുറിക്കുന്നത്. അത് ദൈവത്തിന്റെ മക്കൾക്കുള്ളതല്ല. അത് അനുസരണം കെട്ടവർക്കും മത്സരികൾക്കും ഒക്കെ ഉള്ളതാണ്. ആ ന്യായവിധി നടത്തുന്നതും ക്രിസ്തു തന്നെ. അതുകൊണ്ട് അഗ്നിസ്നാനം എന്നും പറഞ്ഞ് ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു പരിപാടി അരുതാത്തതാണ്. അഗ്നിസ്നാനം നമുക്കുള്ളതല്ല. പരിശുദ്ധാത്മ സ്നാനമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ 6-7 ആ നിലയിലുള്ള കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചും യൂട്യൂബിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ലിവിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നൊരു ടോപ്പിക്കിലാണ് കിടക്കുന്നത്. ഒരാഴ്ചത്തെ ക്ലാസ് കിടപ്പുണ്ട്. അതുകൊണ്ട് അഗ്നി സ്നാനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട. പണ്ടൊരാള് പരിശോധത്തിന് പറഞ്ഞതുപോലെ ശരിയല്ലാത്ത വഴികളിലൂടെ അങ്ങ് യാത്ര ചെയ്താൽ മതി. അങ്ങനെയുള്ളവർക്ക്, അനുസരണം കെട്ടവർക്കും മത്സരികൾക്കും പ്രത്യേകം പ്രാർത്ഥിക്കാതെയും ചോദിക്കാതെയും തന്നെ അഗ്നിസ്നാനം അങ്ങ് ലഭിച്ചോളും. എന്നാൽ നമുക്ക് ദൈവം കർത്താവ് വാഗ്ദത്തം ചെയ്തത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമാണ്. യോഹന്നാനാണ് ക്രിസ്തു ഇത് രണ്ടും നൽകുമെന്ന് മത്തായി 3 പറഞ്ഞത്. എന്നാൽ അതേ ഭാഗം യേശുക്രിസ്തു എടുത്ത് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറയുന്നത്, ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. അത് നിങ്ങൾ കാത്തിരുന്ന് പ്രാപിച്ചിട്ടേ യെരൂശലേം വിട്ടു പോകാവൂന്ന് യേശു കർത്താവ് അതേപ്പറ്റി ശിഷ്യന്മാരോട് പറയുമ്പോൾ എന്തു പറയുന്നില്ല? അഗ്നിസ്നാനത്തെക്കുറിച്ച് പറയുന്നില്ല. യോഹന്നാൻ ഇസ്രായേൽ ജനത്തോട് പറയുമ്പോഴാണ് ഇത് രണ്ടും പറയുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിനെ അഗ്നിയോട് ഉപമിച്ച് നാം എങ്ങും കാണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലുള്ളതിനെ കുറിച്ച് കഴിഞ്ഞൊരു ദിവസം വിശദീകരിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ശരി, സ്തോത്രം. ഈ ഭാഗങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും ഇല്ലാത്ത പക്ഷം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് ദൈവസന്നിധാനത്തിങ്കിലായിരിക്കാം. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങി പരിശുദ്ധാത്മ നിറവിൽ, സ്തോത്രം, ദൈവമഹത്വത്തെ ദർശിച്ചുകൊണ്ട് നാം ഇന്ന് തിരുവെഴുത്താകുന്ന കണ്ണാടിയിലൂടെ കടമൊഴിയായി കാണുന്ന കർത്താവിനെ നേരിൽ കണ്ട്, സ്തോത്രം, അവന്റെ മാറിൽ ചാരുവാൻ
അവന്റെ പാദങ്ങളിൽ മുത്തം ചെയ്യുവാൻ, അവന്റെ കരങ്ങളിൽ നമുക്ക് വിശ്രമിപ്പാൻ. സ്തോത്രം. നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണേണ്ടതിനുള്ള ആഗ്രഹത്തോടെ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. ബാബുങ്കിൽ തന്നെ ഉപസംഹാരം